അവയവ കച്ചവടത്തിനായി ഇറാന് പുറമെ താജിക്കിസ്ഥാനിലേക്കും ദാതാക്കളെ അയച്ചുവെന്ന് കണ്ടെത്തി NIA. ഒഡീഷയിൽ നിന്നാണ് രണ്ടുപേരെ താജിക്കിസ്ഥാനിലേക്ക് കടത്തിയത്. കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന അവയവ കച്ചവട റാക്കറ്റിനെ കണ്ടെത്തി അന്വേഷണം തുടരുന്നതിനിടെയായിരുന്നു പുതിയ കണ്ടെത്തൽ. ഒന്നാം പ്രതി മധുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാനായി നൽകിയ റിപ്പോർട്ടിലാണ് കൂടുതൽ അന്വേഷണ വിവരങ്ങൾ പുറത്തുവന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ഒപ്പം ചേരുന്നുണ്ട്. ജിജീഷ്, ഈ അവയവ കച്ചവടത്തിനായി കൂടുതൽ മേഖലകളിലേക്ക് ശ്രമം നടത്തിയിരുന്നു പ്രതികൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇറാന് പുറമെ താജിക്കിസ്ഥാനിലേക്കും ദാതാക്കളെ അയച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത് പല മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ ജിജീഷ്? കൃഷ്ണരാജ്, അവയവ കച്ചവട റാക്കറ്റിൻ്റെ ഒരു രാജ്യാന്തര ബന്ധങ്ങൾ കൂടുതൽ അനാവരണം ചെയ്യുന്ന ഒരു അന്വേഷണം തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് മുഖ്യപ്രതിയായ മധുവിനെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ 7 ദിവസത്തെ കസ്റ്റഡിയിലായിരുന്നു കഴിഞ്ഞ മാസം ചോദ്യം ചെയ്തത്. അപ്പോൾ തന്നെ ചില വിവരങ്ങൾ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരശേഖരണം നടത്തിയപ്പോഴാണ് പ്രധാനമായും ഈ താജിക്കിസ്ഥാനിലേക്ക് കൂടി ആളുകളെ കടത്തിയിരുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ലഭിച്ചത്. അത് ഈ ഒരു അവയവക്കടത്തിൻ്റെ ഭാഗമായി മറ്റു പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൂടി ഇതിലുള്ള ഒരു പങ്കാളിത്തം വ്യക്തമാവുകയും ചെയ്തു. ഇറാന് പുറമെയാണ് ഇത്തരമൊരു മനുഷ്യക്കടത്ത് നടത്തിയിട്ടുള്ളത്. ഇതിലൂടെയെല്ലാം വലിയ സാമ്പത്തിക നേട്ടം മധു അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയിരുന്നുവെന്നും ആ പണം വിനിയോഗിച്ചിരിക്കുന്നത് ഭൂമിയിലും ഒപ്പം തന്നെ ക്രിപ്റ്റോ കറൻസി ആയിട്ടും എല്ലാം തന്നെയാണ് മാറ്റിയത് എന്നും വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പണം ലഭിക്കുകയും ചെയ്തത് ഈ കസ്റ്റഡി അപേക്ഷയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിലെ പ്രത്യേക NIA കോടതിക്ക് മുന്നിൽ റിപ്പോർട്ടായി അവതരിപ്പിച്ചത്. അതിലാണ് ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് ആദ്യ മനുഷ്യക്കടത്ത് റിപ്പോർട്ടായി അവതരിപ്പിച്ചത്. അതിലാണ് ഈ ഒരു സംഭവത്തിന് ശേഷം, അതായത് ആദ്യ മനുഷ്യക്കടത്ത് പിടിക്കപ്പെട്ടതിന് ശേഷം സാബിത്ത് എന്ന വ്യക്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിക്കപ്പെടുകയും അതിനോട് അനുബന്ധിച്ച് നിരവധി അറസ്റ്റുകൾ, ബെല്ലം രാമപ്രസാദ് ഗോണ്ടെ അടക്കമുള്ള ആളുകൾ അറസ്റ്റിലാവുകയും എല്ലാം ചെയ്ത അതേ സമയത്ത് പോലും മനുഷ്യക്കടത്ത് നിർബാധം തുടർന്നിരുന്നു. ഈ ഒരു റാക്കറ്റ് അത്തരം പ്രവർത്തനങ്ങൾ പിന്നീടും തുടർന്നു. ഈ കേസെടുത്തതിന് ശേഷവും സമാന്തരമായി മറ്റൊരു വഴിക്ക് ആളുകളെ കടത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. നേരത്തെ ഇറാനിലേക്ക് ആളുകളെ കടത്തിയതിൻ്റെ വിവരങ്ങൾ മാത്രമായിരുന്നു അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എങ്കിൽ താജിക്കിസ്ഥാനിലേക്ക് കൂടി ആളുകളെ കൊണ്ടുപോയിരുന്നു എന്നും അങ്ങനെ അവയവക്കടത്തിലൂടെ വലിയ ഒരു സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ പണസമാഹരണം ഈ ആളുകൾ എല്ലാം തന്നെ നടത്തിയിരുന്നു എന്നുകൂടി വ്യക്തമാകുന്നുണ്ട്. ഇത് സംബന്ധിച്ച് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ ബന്ധങ്ങളെയും രാജ്യാന്തര ബന്ധങ്ങളിലെ മുഴുവൻ പുറത്തു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് കൊച്ചിയിലെ പ്രത്യേക NIA കോടതിയിൽ ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ച് വിശദമായ ഒരു ചോദ്യം ചെയ്യലുകൾ ഇനിയും മറ്റു പല പ്രതികളെയും നടത്താനുണ്ട്. നിരവധി ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുണ്ട്. പ്രത്യേകിച്ച് മറ്റു സംസ്ഥാനങ്ങളിൽ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടക്കം ഈ റാക്കറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളുണ്ട്. വലിയ സാമ്പത്തിക നേട്ടങ്ങളെല്ലാം തന്നെ വാഗ്ദാനം ചെയ്തായിരുന്നു ഇരകളെ കണ്ടെത്തിയിരുന്നത്. അവർക്ക് പണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പലവട്ടം അവരെ സമീപിക്കുന്നു. ഒടുവിൽ പണത്തിന് വേണ്ടി മറ്റു മാർഗമില്ലാതെ ആളുകൾ ഇതിൻ്റെ ഈ ഒരു കെണിയിൽ, ഈ ചതിയിൽ പെട്ടുപോവുകയായിരുന്നു. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടുപോകുന്നതിനാണ് ഓരോ സംസ്ഥാനത്തും പ്രത്യേകമായി തന്നെ ആളുകൾ ഉണ്ടായിരുന്നത്. എറണാകുളത്ത് അത്തരമൊരു കണ്ണികളുടെ ഭാഗമായിരുന്നു സാബിത്ത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണ് എന്ന് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി അറിയിച്ചിട്ടുള്ളത്. അവയവ കച്ചവടത്തിനായി ഇറാന് പുറമെ താജിക്കിസ്ഥാനിലേക്കും ദാതാക്കൾ അയച്ചുവെന്ന് NIA കണ്ടെത്തുകയാണ്. വളരെ ഗുരുതരമായ ഒരു കണ്ടെത്തലാണ്. പ്രധാന പ്രതി മധുവിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനായി നൽകിയ റിപ്പോർട്ടിലാണ് കൂടുതൽ അന്വേഷണ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.